നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ജസ്പ്രീത് ബുംറ എത്ര കാലമായി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട്, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യ ഏതൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നുവോ, ഇന്ത്യൻ ടീം ഏതൊക്കെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നുവോ, അപ്പോഴൊക്കെ അവസാനത്തെ ആശ്രയമായി, ഏക ആശ്രയമായി നിന്ന ബൗളറാണ് ജസ്പ്രീത് ബുംറ. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ 2020 ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ജയിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് ബുംറയാണ്. ബുംറ യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിലാണ് പന്തെറിയാൻ സെക്കൻഡ് സ്പെല്ലിലൊക്കെ വരാറെങ്കിലും ഇത്തവണ സൂര്യകുമാർ യാദവിൻ്റെ നല്ല ബുദ്ധിപൂർവ്വമുള്ള നീക്കമായിരുന്നു. 15 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ അയാളെ തുടർച്ചയായി അയാളുടെ ഓവറുകൾ എറിഞ്ഞ് തീർപ്പിച്ച് അതിൽ വളരെ കുറഞ്ഞ റണ്ണ്, 14-13 റൺ റേറ്റ് വേണ്ടപ്പോൾ 7-8 റണ്ണിൽ ഒതുക്കി വിക്കറ്റ് എടുത്ത് അങ്ങനെ ബുംറ ഇന്ത്യക്ക് നൽകിയ സഹായം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റ് ബൗളർമാരായ ഹാർദിക് പാണ്ഡ്യയും ഹർഷ്ദീപ് സിംഗും തീർച്ചയായിട്ടും സംഭാവന ചെയ്തിട്ടുണ്ട്. അക്സർ പട്ടേലിൻ്റെ ഫീൽഡിംഗ് മികവ് ഗംഭീരമായിട്ട് ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ബുംറയുടെ ഓവറുകളായിരുന്നു നിർണായകം. ആ ബുംറയുടെ ഓവറുകൾ ഇല്ലായിരുന്നെങ്കിൽ, വെറും 7 റണ്ണിനാണ് നമ്മൾ ജയിച്ചത് എന്ന് കൂടി ആലോചിക്കണം. ആ ബുംറയുടെ ഓവറുകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും കുഴങ്ങിപ്പോയേനെ. നമ്മൾക്ക് എപ്പോഴും ഇന്നും ഇന്നലെയും ഒക്കെ പ്രതിസന്ധികളിൽ ആശ്രയിക്കാവുന്ന ഒരേ ഒരു ബൗളറുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ലോക ക്രിക്കറ്റിൽ തന്നെ ഇങ്ങനൊരു ബൗളർ ഉണ്ടെന്ന് തോന്നുന്നില്ല നിലവിൽ. എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളാണ് ബുംറ. ബുംറയുടെ സ്ലോ ബോളുകൾ, യോർക്കറുകൾ, സ്ലോ ബോളൊക്കെ അയാൾ പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്ത സാധനമാണ്. എന്ത് ഗംഭീരമായിട്ടാണ് അയാൾ ആ സ്ലോ ബോളിൽ ഹാരി ബ്രൂക്കിനെ ഔട്ടാക്കിയത്. ഒന്ന് നോക്കൂ. ഹാരി ബ്രൂക്ക് ഏതാണ്ട് പന്ത് എറിയുന്നതിന് മുമ്പ് തന്നെ ബാറ്റ് ഇവിടെ എത്തിയിരുന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ല, പിൻവലിക്കാൻ കഴിയില്ല. അത്രയും സ്ലോയിൽ വന്ന പന്ത്, ആ ക്യാച്ച്, അക്സർ പട്ടേലിൻ്റെ ക്യാച്ച്, അത് മറക്കാൻ കഴിയില്ല. അത്രയും ഗംഭീരം. ഓർമ്മിപ്പിച്ചത് 1983 കപിൽ ദേവ് വിവിയൻ റിച്ചാർഡ്സിൻ്റെ എടുത്ത ക്യാച്ചാണ്. ആ സാഹചര്യം, സിറ്റുവേഷൻ ഒക്കെ വേറെയാണ്, പക്ഷെ ആ ക്യാച്ചിനെ ഓർമ്മിപ്പിച്ചു അക്സർ പട്ടേൽ. അപ്പോൾ ബുംറയുടെ വളരെ തന്ത്രപൂർവ്വമുള്ള സ്ലോവർ ബോളുകൾ, യോർക്കറുകൾ, എന്തൊരു ബൗളറാണ് ബുംറ. നമ്മൾക്ക് ഇന്ത്യക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ബുംറ ഇല്ലെങ്കിൽ ഇന്നലെയൊക്കെ ഇന്ത്യ കളി തോറ്റു. ബാക്കി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ ആയാലും ഹർഷ്ദീപ് സിംഗ് ആയാലും. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടത് ബുംറ തന്നെയായിരുന്നു. ബുംറ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടൊന്നല്ല, ഇത് തോറ്റു ആ കളി, അങ്ങനെ തന്നെ നമ്മൾ പറയണം. അപ്പോൾ അത് അവസാനം പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടിയപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞല്ലോ, അത് പിന്നെ ബുംറയ്ക്കാണ് ഈ അവാർഡ് കിട്ടേണ്ടിയിരുന്നത്. ബുംറ ലോകോത്തര ബൗളറാണ്, ബുംറ അതുല്യ പ്രതിഭയാണ്. ബുംറ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലായിരുന്നു എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇന്നലെ ആ കളി ജയിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം ബുംറയാണ്. ആ അർത്ഥത്തിൽ ബുംറയുടെ സംഭാവനകളെ നമ്മൾ ഒരിക്കലും നമുക്ക് മറക്കാൻ